എഞ്ചിനീയേഴ്സ്, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പൊ എല്ലാവരും ഏറ്റവും പുതിയ ഇറിഗേഷൻ നോട്ടിഫിക്കേഷൻ വന്നത് അറിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പോൾ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സൈലം ടെക്നിക്കലിന്റെ ഏറ്റവും പുതിയ ബാച്ച് ആയിട്ടുള്ള ടാർഗറ്റ് സിവിൽ 2.0 ബാച്ച് വരുന്ന ജനുവരി 5 മുതൽ ആരംഭിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു കോഴ്സിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർക്ക് താല്പര്യം ഉണ്ടായിരിക്കും. അപ്പൊ ആദ്യം തന്നെ നിങ്ങളോട് പറയട്ടെ, ഇത് നമ്മുടെ ആദ്യത്തെ ബാച്ച് അല്ല, നമ്മുടെ 6ാമത്തെ ഓൺലൈൻ ബാച്ച് ആണ് കേട്ടോ. ടാർഗറ്റ് സിവിൽ 2.0 ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഡേറ്റ് എല്ലാവരും ശ്രദ്ധിച്ചുവല്ലോ, ജനുവരി 5, 2026 മുതലാണ് നമ്മുടെ പുതിയ ബാച്ച് ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ബാച്ചിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കുറെ പേർക്കെങ്കിലും അറിയണ്ടായിരിക്കും, നമ്മൾ ഫാക്കൽറ്റീസിനെ കുറിച്ച് അറിയുന്നുണ്ടായിരിക്കും അല്ലെ. നമ്മുടെ ഷാഹിദ് സാർ, മുഹമ്മദ് ഷാഹിദ് ആൻഡ് നിഖിൽ സർ, പിന്നെ ഞാനുണ്ട്, അതുപോലെ തന്നെ അസ്ന മാം ഉണ്ട്. നമ്മളെല്ലാവരും കൂടിയിട്ടാണ് ഈ ഒരു ബാച്ചിൽ ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. എല്ലാവരും പല സബ്ജക്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഷാഹിദ് സാർ ആണെങ്കിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, ഫ്ലൂയിഡ് മെക്കാനിക്സ്, അതുപോലെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് പോലെയുള്ള സബ്ജക്ട്സ്. ദെൻ നിഖിൽ സാർ ആണെങ്കിൽ ഹൈഡ്രോളജി, ഇറിഗേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, എൻവിറോൺമെന്റൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ സബ്ജക്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനാണെങ്കിൽ മെറ്റീരിയൽ, കൺസ്ട്രക്ഷൻ, സ്ട്രക്ചറൽ അനാലിസിസ്, ട്രാൻസ്പോർട്ടേഷൻ സബ്ജക്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്നു. അസ്ന മാം ആണെങ്കിൽ നിങ്ങൾക്കറിയാം മെറ്റീരിയൽ, കൺസ്ട്രക്ഷൻ, എസ്റ്റിമേഷൻ, അതുപോലെ സ്റ്റീല് തുടങ്ങിയ സബ്ജക്ട്സ് ഒക്കെ മിസ്സും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ, എങ്ങനെയുണ്ട് ക്ലാസ് എന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ നോക്കിയാൽ മതി. ഒരുപാട് വീഡിയോ ക്ലാസ്സസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെയുണ്ട്. ഒരുപാട് ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷനുകളും നമ്മുടെ ചാനലിൽ തന്നെയുണ്ട്. ചാനലിൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. ക്ലാസ്സിനെ കുറിച്ചുള്ള ക്ലാസ്സിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ സംശയമുള്ളവർക്ക് വീഡിയോസൊക്കെ കണ്ടു നോക്കാവുന്നതാണ്. ദെൻ ഇനി നമ്മുടെ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ലെവൽ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. നമുക്കൊരു ലെവൽ എക്സാമിന് വേണ്ടി വരുന്ന എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ട് കവർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. സിലബസ് ബേസ്ഡ് ആയിട്ട് കവർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അറിയാം, ഒരു ലെവൽ എക്സാമിന് നമ്മൾ നോക്കുമ്പോൾ ഒരു 8 മൊഡ്യൂളായിട്ടാണ് സബ്ജക്റ്റിനെ തിരിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന സബ്ജക്റ്റ് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ RCC, അതിനുശേഷം പിന്നെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്, അവർക്ക് 20 മാർക്ക്. ഇതിന് രണ്ടിനുമാണ് 20 മാർക്ക്. ബാക്കിയുള്ള സബ്ജക്റ്റുകൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സും സ്ട്രക്ചറൽ അനാലിസിസും കൂടി 10 മാർക്ക്. ഹൈഡ്രോളജി, ഇറിഗേഷൻ ആൻഡ് അതുപോലെ തന്നെ FM ആ ഒരു സെക്ഷന് 10 മാർക്ക്. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിന് 10 മാർക്ക്. എൻവിറോൺമെന്റൽ എഞ്ചിനീയറിംഗ് 10 മാർക്ക്. അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 10 മാർക്ക്. ഈ ഒരു രീതിയിലായിരിക്കും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സബ്ജക്റ്റുകൾ ഇങ്ങനെയാണ് പൊതുവെ ലെവൽ എക്സാമിന്റെ സിലബസ് വരാറുള്ളത് കേട്ടോ. അപ്പം നമുക്ക് പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും ബേസ് തൊട്ട് ഹയർ ലെവൽ വരെയുള്ള സബ്ജക്റ്റുകളെല്ലാം തന്നെ പഠിക്കും. അതായത് ഒരു ഓവർസിയർ ലെവൽ എക്സാമിന് ആവശ്യമുള്ള പ്രധാനപ്പെട്ട സബ്ജക്റ്റ് തൊട്ട് ലെവലിലേക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റുകളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, ദെൻ ഇനി നമ്മുടെ ക്ലാസ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ കോഴ്സസിന്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇപ്പം എല്ലാവരും അത്യാവശ്യം കുറേ വർഷമായിട്ട് ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ് ഫാക്കൽറ്റീസ് ആയിട്ടുള്ളത്. ആരും പുതിയ ആൾക്കാരില്ല, എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് സബ്ജക്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ. പിന്നെ മാത്രമല്ല, നമ്മുടെ ക്ലാസ്സുകളിൽ ഇപ്പം ഓരോ ചാപ്റ്റേഴ്സ് തീരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ വർക്ക്ഔട്ട് ചെയ്യാറുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മസ്റ്റ് ആയിട്ടും എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളിലും നമ്മൾ എല്ലാവരും ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സസ് ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. ആ ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡിങ്സ് അന്ന് തന്നെ നിങ്ങൾക്ക് ആപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. മാത്രമല്ല നമ്മുടെ ക്ലാസ് നോട്ടുകളും ആപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് സൈലം ലേണിംഗ് ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ.
ഓക്കെ, അപ്പോൾ ക്ലാസ്സിൽ തന്നെ നമുക്ക് ലൈവ് ആയിട്ടുള്ള ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചാറ്റിലൂടെ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. മാത്രമല്ല ഫാക്കൽറ്റീസിന് എല്ലാവർക്കും ടെലഗ്രാം ഗ്രൂപ്പുകളുണ്ട്. നിങ്ങൾക്ക് ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിലൂടെയും നിങ്ങൾക്ക് ഡിസ്കഷൻസ് നടത്താവുന്നതാണ്. ഓക്കെ, പിന്നെ മാത്രമല്ല നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ പ്രാക്ടീസ് കൂടി ക്ലാസ്സുകളിൽ ചെയ്യിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോഴത്തെ ഒരു PSCയുടെ ഒരു മാറ്റം അനുസരിച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് കൂടി വരുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ലാസ്സിൽ പരമാവധി സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങളതിനെ പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്റ്റഡി മെറ്റീരിയൽസോട് കൂടിയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. ഇനി നമ്മൾ ഓരോ ക്ലാസ്സുകൾ തീരുന്നതിനനുസരിച്ചിട്ടും നമ്മൾ ടോപ്പിക് ടെസ്റ്റുകളും അതുപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വൽ സബ്ജക്റ്റിൻ്റെ സബ്ജക്ട് ടെസ്റ്റുകളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് നമ്മുടെ ഈ ഒരു കോഴ്സിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഇനി കോഴ്സിന്റെ ഫീ, ഇത്രയും ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കോഴ്സിന് ഫീ ആയിട്ട് വരുന്നത് 12,999 ആണ്. അപ്പം പെട്ടെന്ന് തന്നെ ജനുവരി 5 ഇനിയിപ്പോൾ അധികം സമയമൊന്നുമില്ല. അപ്പം എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ, അത് മാത്രമല്ല കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ബാച്ചിനെ കുറിച്ച് അറിയാനുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ 999500 എന്നുള്ള നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ എൻക്വയറി നടത്തിയിട്ട് ബാച്ചിലോട്ട് ഡയറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ജനുവരി 5 മുതലാണ് നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എല്ലാവരും മറക്കാതെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ഉടനെ തന്നെ ഒരു ഗവൺമെൻറ് ജോലിയുടെ ഭാഗമാവാനായിട്ട് സാധിക്കും. അപ്പോൾ ഓക്കെ, മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. താങ്ക്